ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, 1-2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് 12th ഓഗസ്റ്റാണ്. ഫ്ലാഗ് മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്ലാഗൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമസ്ബീനെ വിട്ടിട്ടുണ്ട്. കുറച്ചധികം പണികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതും. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു, പാറുവിനെ സ്കൂളിൽ വിട്ടു. ഇനി എനിക്കുള്ള പണി പറയുന്നത് പാറുകുട്ടിക്കും വാവയ്ക്കും വൈറ്റ് ഡ്രസ്സ് തുന്നണം, പിന്നെ ഫാൻസി ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം തുന്നണം, പിന്നെ ഫുഡ് ചോറ് പയർ ചമ്മന്തി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണുള്ളത്. പിന്നെ ഇനി 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ഡാൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പോം റെഡ് ഓറഞ്ചും ഗ്രീനും ഷെയ്ഡിൽ ഉണ്ടാക്കണം. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനും ഉണ്ട്, അതും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ജേണലാണ്. ജേണൽ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു കവറായിട്ട് ചെറിയൊരു പടം വരച്ചിട്ട് ഗുഡ് ടൈം ഫോർ ദ ന്യൂ ബിഗിനിങ് ഈസ് നൗ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു മോട്ടിവേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഓഗസ്റ്റിലെ കഥകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ എൻ്റെ ടോട്ടൽ പ്ലാൻ ഈ മാസം എനിക്കൊരു 30 വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചു. നേരെ നമ്മുടെ ഡാൻസ് പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്ലേഡ് കുറച്ച് റെസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഫ്ലാഗ് മേക്കിങ്ങിൻ്റെ ചാർട്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഈ ചിയർ ഗേൾസിൻ്റെ കയ്യിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 4 ഉണ്ടാക്കണം. എൻ്റെ കുട്ടിക്കും അനിയത്തിൻ്റെ കുട്ടിക്കും ഓരോ സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറിയർ വന്നു. മീഷോന്ന് കുറച്ച് മിറേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ മിറേഴ്സ്. ഇതിൽ ഹാർട്ട് ഷേപ്പുള്ള മിറർ ഇല്ല, അത് പക്ഷേ പിക്ചറിലുണ്ടായിരുന്നു. ഇതില്ല, പക്ഷേ ഇതിൽ വേറെ കുറേ ഷേപ്സ് ഉണ്ട്. അപ്പോൾ അത് ഓക്കെയാണ് കേട്ടോ. ദെൻ ജാൻസി റാണിയുടെ കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരി ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. എഗെയിൻ നമുക്ക് വൈറ്റ് ഡ്രസ്സ് തുന്നാനായിട്ടുള്ള സാരി ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. പക്ഷേ ഇതിൽ ഏത് പണി ആദ്യം ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. വൈറ്റ് ഡ്രസ്സ് വേണ്ടത് 14th ജാൻസി റാണിയുടെ ഡ്രസ്സ് വേണ്ടത് 13th കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ ആദ്യം എടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഇന്ന് 4 വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസമാണ് കേട്ടോ. ഒരു ക്ലോത്ത് ഡൈയിങ് ചെയ്തതിൻ്റെ, എൻ്റെ ഷർട്ട് ഡൈ ചെയ്തതിൻ്റെ വീഡിയോ, ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ പട്ടുപാവാടേൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ടിക്കിട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. ഞാൻ പാത്രം കഴുകണമെന്ന് പോലും എഴുതി വയ്ക്കുന്ന ആളാണ്. എല്ലാവർക്കും അത് എന്താ പറയുക, ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നി. എഴുതി വയ്ക്കുന്ന നേരം ഉണ്ടെങ്കിൽ 2 പാത്രം എക്സ്ട്രാ കഴുകാമല്ലോ എന്ന് ആലോചിക്കുന്നവരുണ്ട്. ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ യു. ഇതാണ് എനിക്ക് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജാൻസി റാണിയുടെ കോസ്റ്റ്യൂമിലേക്ക് പോവുകയാണ്. ഒരു ധോത്തി പാൻറ്റും അംഗ്രക പോലത്തെ ടോപ്പുമാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധോത്തി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിലെന്താ എനിക്കൊരു അബദ്ധം പറ്റിച്ചാൽ ഈ സാരി ഭയങ്കര പഴയ സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ലൈനിങ് ഇട്ട് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ലൈനിങ് ഇടാതെ തന്നെ ധോത്തി പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എങ്ങാനും ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ അത് ഉടനെ അങ്ങ് കീറി പോരും. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. ഓൾറെഡി അത് എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതിൽ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്ത ധോത്തി പാൻറ്റ്. ലൈനിങ് ഇട്ടിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇതിപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് ഇതല്ല, വേറെ പട്ടിയാല ബോട്ടം വേറെ തുന്നിയായിരുന്നു കേട്ടോ. അതാണ് ഇടിപ്പിച്ചത്. എനിവേ ഞാനിത് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്രയായി? സമയം ഏകദേശം 4:04 അതായത് ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ആ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിന് ഞാൻ ലൈനിങ് ആയിട്ട് ആ സാരിയുടെ തന്നെ പീസാണ് എടുത്തത്, വേറെ ക്ലോത്ത് അല്ല. ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവളെ വിളിക്കാൻ പോവാണ്. 4:15 ബസ് തിരിച്ചു വരാൻ. ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. വന്നിട്ട് അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കും അവൾക്കും കൂടി 2-3 ദോശ ഉണ്ടാക്കി. രാവിലത്തെ കറി ഉണ്ടായിരുന്നു, കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഒരു 6 മണിയായപ്പോഴത്തേക്കും എൻ്റെ ജാൻസി റാണിയുടെ കോസ്റ്റ്യൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. ധോത്തി പാൻറ്റ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ ഡയലോഗ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തൊക്കെ വെറുതെ ഇടിപ്പിച്ചൊക്കെ നോക്കി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രി 10 മണിയായിട്ടാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പട്ടിയാല ബോട്ടം പോലെ ലൈനിങ് ഒക്കെ ഇട്ട് തുന്നിയായിരുന്നു. രാത്രിയാകുമ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാണ്ട് വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പാക്കിൽ ഞാനിങ്ങനെ വെൽക്രോ ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോട്ടം ഞാൻ വേറെ തുന്നി. കാരണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു അത് കീറി പോകുന്നുള്ളത്. ടീച്ചേഴ്സാണ് അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ എന്തായാലും കീറും.
അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ തുന്നി സെറ്റാക്കി. പകുതി കെട്ടാനുള്ളതും കച്ച കെട്ടാനുള്ളതൊക്കെ മുന്താണിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ജാൻസി റാണിക്കുള്ള ഓർണമെൻറ്റ്സ് എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു 2 ലോങ് ആയിട്ടുള്ള മാലയും ഒരു ചോക്കറും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ അടുത്തുള്ളത് തന്നെയാണ് കേട്ടോ. പലപ്പോഴായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ചോക്കർ അവൾക്ക് ഏതോ ഒരു ഓണത്തിന് മേടിച്ചിട്ടുള്ളതാണ്. മറ്റേത് 2 ഞാൻ കല്യാണ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 8 മണിയായപ്പോഴാണ് നമുക്ക് വാള് ജാൻസി റാണിയുടെ വാള് അല്ലെങ്കിൽ ജാൻസി റാണിയുടെ കയ്യിലൊരു കുട്ടി, ഇതായിരുന്നു ഒരു പ്ലാൻ. പക്ഷേ രണ്ടും കിട്ടിയില്ല. ഫ്രണ്ട്സിൻ്റെ കുട്ടികളുടെ അടുത്ത് ഉണ്ടോയെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരുന്നു. പക്ഷേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ എന്താ പറയുക, ഭയങ്കര തിക്കും തിരക്കിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണ്. കിട്ടിയ 2 കഷ്ണം കാർഡ്ബോർഡ് എടുത്ത് സെറ്റാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടില്ലേ, കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ഈ വാള ഉണ്ടാക്കൽ കംപ്ലീറ്റ് ചെയ്താലാണ് എനിക്കും കുളിക്കണം. അത് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. 9:10 ബസ് വരും കേട്ടോ. 9 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കണം. 9:05 6 അത് ബസ്സിൻ്റെ തോന്നിയ നേരത്തൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ 10 വരും, 7 വരും, 8 വരും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു വാള് സെറ്റാക്കാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു നമ്മുടെ ടി വിയുടെ ബോക്സിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു പീസും അങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ പീസസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഷേപ്പ് ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാപ്ലർ അടിച്ചൊക്കെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ മഞ്ഞ കളർ പേപ്പറൊന്നുമില്ല, വെട്ടിയൊട്ടിക്കാനൊന്നുമില്ല. അപ്പോൾ ആകെയുള്ളത് ഈ ക്വിൽറ്റിൻ്റെ ഷീറ്റ്, എന്ത് പേപ്പറിനാണ് ഇതിന് പറയുക, ക്വിൽറ്റല്ലേ, അങ്ങനെ തന്നെയാണ് തോന്നുന്നു എൻ്റെ പേര്. ഞാൻ വേറൊരു ആവശ്യത്തിന് മേടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വാളിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്ന ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ 7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുമൊക്കെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതൊരു മസ്റ്റാർഡ് ഒരു യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ വോട്ടെവർ ഒരു മഞ്ഞയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തതാണ്. വേറെ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. മറ്റേ തിളങ്ങുന്ന ഗോൾഡൻ കളർ ക്രൗണൊക്കെ ഉണ്ടാക്കുന്ന പേപ്പറോ അങ്ങനത്തെ യാതൊരു പേപ്പറും ഇല്ല, ഇതേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് പോട്ടെ എന്ന് ഓർത്തിട്ട് ഇത് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താഴത്തെ ആ ഒരു പോർഷനും കൂടിയും കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഈ ഒരു ചെറിയ പീസിൽ ഒപ്പിക്കാൻ പറ്റുമോ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ്, നല്ലൊരു കഷ്ണം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്കങ്ങ് പണി തരും. മറ്റേത് 2-3 പീസായിട്ട് ഒട്ടിക്കണ്ടേ. അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്കോർ ചെയ്ത് കൊടുത്തിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. ഈ തുണി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതേപോലെ നമുക്ക് ആ ഒരു ഷേപ്പ് വിസിബിളായിട്ട് കിട്ടുന്നുണ്ട്. എളുപ്പമുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും, ഒട്ടിക്കുകയും ചെയ്തു. പിന്നെ ഇത് ഒട്ടിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എനിക്ക് ട്രിം ചെയ്യേണ്ടി വന്നു കേട്ടോ. സൈഡിൽ അങ്ങനെ ഷേപ്പ് ഇത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ 8:09 ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഫുള്ള് പരിപാടി തീർക്കണം. അവൾക്ക് സ്നാക്ക് ബാഗ് റെഡിയാക്കണം, ബാഗിലൊരു എക്സ്ട്രാ ഡ്രസ്സ് വെക്കണം. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഞാൻ എന്തായാലും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ സമയമില്ലാത്തടത്ത് ഇത് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഓക്കെ വെറുതെ അങ്ങ് വിട്ടാലോ, ഞാൻ വേണ്ട ഇതും കൂടി ചെയ്യാമെന്ന് ഓർത്തിട്ട് വേഗം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വാളിന് അത്ര ചന്തം പോരാന്ന് തോന്നിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന ഈ റോളുണ്ടായിരുന്നു, ലേസ് റോള് ഗോൾഡൻ കളർ. അപ്പോൾ അതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് വാൾ കുറച്ചും കൂടിയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് വലിയ തെറ്റില്ലാതെ തന്നെ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളാണെങ്കിലും അത്യാവശ്യം ഒരു ഭംഗിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല സന്തോഷമായി. അവസാനം നമ്മുടെ ഉണ്ടായിരുന്നില്ലാത്തൊരു സാധനമാണ്, ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. ഈ പൂരത്തിനൊക്കെ മേടിക്കാൻ കിട്ടില്ലേ ഒരു വാളും പരിചയം, അതൊന്ന് സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ അത് കിട്ടുമെന്ന് അന്വേഷിക്കാമെന്ന് ഓർത്തിട്ട് ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചേ ആലോചിച്ചില്ല കേട്ടോ. അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരക്ക് പിടിച്ചത് ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ ഇതേ ലേസ് തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാൻഡിൽ ചുറ്റി കൊടുത്തു. വാളിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സ്ട്രിപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തു. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഈ വാൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. തിരക്കായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. അപ്പം ഞാൻ ഇനി ഡ്രസ്സ് ചെയ്തിട്ട് കാണിക്കാം. 1 2 3
വീട്ടിൽ നിന്ന് നമ്മളൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതൊക്കെയാണ് കേട്ടോ. പിന്നെ 1-2 ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ ഒരു സന്തോഷത്തിന് അങ്ങനെ അവളെ ഞാൻ ബസ് കയറ്റി വിട്ടു. ഇനി തിരിച്ച് വന്നിട്ട് എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. 2 വൈറ്റ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം. 14th-നാണ് ഈ പരേഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 9:15 ഇപ്പോൾ അവളെ വിട്ട് വന്നിട്ട് ഞാൻ ഓൾറെഡി ലൈനിങ് 2 വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഈ ഒരു പാറ്റേണിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തിരുന്നത്, ഇങ്ങനെ ടയറായിട്ട്. പക്ഷേ പിന്നെ ഞാനത് മാറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാരി ഭയങ്കര ഡെലിക്കേറ്റാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചുരുണ്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് ഓർത്തിട്ട് ഒരു നൈഫ് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് പോർഷനും ഇങ്ങനെ പിനോഫറിന് നമ്മൾ ചെയ്യുന്ന പോലത്തെ ക്രിസ് ക്രോസ് ആയിട്ട് ഫ്രണ്ടിൽ വരുന്ന രീതിക്ക് അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൈ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് സർപ്രൈസ് പോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ബേസിക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ 2:10 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വി പോലത്തെ പോർഷൻ ഉണ്ടല്ലോ, ഒരു എക്സ്ട്രാ ഫാബ്രിക് വെച്ചിരിക്കുന്നത്, അവിടെ ഒരു ചെറിയ വർക്ക് കൊടുക്കണം. പിന്നെ ബാക്കിൽ ഞാൻ സിബൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ലൂപ്പ് കൊടുത്തിരിക്കുകയാണ്. അവിടെ തന്നെ നമ്മളൊരു ഇലാസ്റ്റിക്കും ഒരു ഷോ ബട്ടണും വെച്ചിട്ട് അങ്ങനെ അത് ശരിയാക്കിയുള്ളൂ. അതല്ലാതെ നമ്മൾ പാവാടയ്ക്ക് വെക്കുന്ന ഹുക്കുമയ്യോ അതൊന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കോറി വലിച്ചു കഴിഞ്ഞാൽ അപ്പം ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഓംബ്ര ഷെയ്ഡുള്ള ഒരു മഴവില്ല് എന്താ പറയണേ, മഴവില്ലിൻ്റെ പോലത്തെ ഷെയ്ഡുള്ള ഒരു സീക്വൻസ് എടുത്തിട്ട് വൈറ്റ് കളറാണ് അതിൻ്റെ ബേസ്, അതെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വി പോലത്തെ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എൻ്റെ വലിയൊരു ടെൻഷൻ, ഞാൻ തീരുമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു 2 കൂടിയിട്ട് നാളെ ആകുമ്പോഴത്തേക്കും. അതെന്തായാലും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അധികം സമയം ആയിട്ടില്ല, 4 മണി ആയിട്ടില്ല എന്തായാലും. അപ്പോൾ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലെയർ ലൈനിങ് വെച്ചിട്ടാണ് അതിൻ്റെ മീദത്തെ പോർഷൻ തുന്നിയിട്ടുള്ളത്. കാരണം നെറ്റ് ഫാബ്രിക്കും നമ്മൾ ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്ത് അത് ജസ്റ്റ് ഒരു തുണി പോലെയാക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു തുണി വെച്ചിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ അത് നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞി ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെന്താണ് ഇത് കുറച്ചൊരു ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള വീഡിയോ എടുക്കുമല്ലോ. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണെങ്കിലും ഉദ്ദേശിക്കുന്ന എഫേർട്ടല്ല കേട്ടോ, നല്ല പണിയുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധനത്തിൻ്റെ തന്നെ പലതരത്തിലുള്ള ക്ലിപ്സൊക്കെ എടുത്തിട്ട് സമയം 3:18 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ അവൾ വന്ന് അവളെ കൊണ്ടുവന്നു. ഇതാ ഡ്രസ്സ് ഞാനൊന്ന് ഇടിയിപ്പിച്ച് നോക്കിയതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഡാൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ വെറുതെ ഇങ്ങനെ കിലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴ പെയ്തു. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു, അമ്മ തന്നതാണ് പുതിന, നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുതിനയിൽ ഒന്ന് നോക്കി ഞാൻ ഇടയ്ക്ക് ഇത് നുള്ളി ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാറുണ്ട് കേട്ടോ, പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാറൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് സമയമുണ്ടല്ലോ ബാക്കി. അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ ലാസ്റ്റത്തെ ഡൈ, അതായത് ലാസ്റ്റ് ഡൈ ഫിക്സർ വെച്ചിട്ട് ഡൈ ചെയ്യാനിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഏട്ടന് എന്താണ് സഷിക്കു സ്റ്റിച്ച് ചെയ്ത ഷർട്ടാണ് കേട്ടോ, ആ ബ്ലൂ ഷർട്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബൈ.